തീവ്രമായ ഒരു സ്വപ്നം കൊണ്ട് $100 ബില്യൺ കമ്പനി സ്വന്തമാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്റ്റാർബക്സിന്റെ മുൻ സിഇഒ ആയിട്ടുള്ള ഹവാർഡ് ഷട്ട്സ് ആയിരുന്നു. ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹവാർഡ് എന്ന് പറയുന്നത് തന്റെ കുട്ടിക്കാലത്ത് തന്നെ വളരെ തീവ്രമായ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ജീവിത നില എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളരെ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ജോലി ചെയ്തായിരുന്നു അവർ കുടുംബം മുന്നോട്ടേക്ക് പോയിരുന്നത്. ഹവാർഡ് ജീവിച്ചിരുന്ന ആ ഒരു വീട് എന്ന് പറയുന്നത് ഗവൺമെന്റ് എടുത്തു കൊടുത്ത ഒരു വീട്ടിലായിരുന്നു ഹവാർഡ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഏത് സമയം തന്റെ കുട്ടിക്കാലത്തും വളർന്നു വരുന്ന സമയങ്ങളിലൊക്കെ ഹവാർഡ് ചിന്തിച്ചിരുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ജീവിത സാഹചര്യം ഒക്കെ മാറ്റണം, വളരെ വലിയ രീതിയിലേക്ക് എനിക്ക് ജീവിക്കണം. അങ്ങനെ ഹവാർഡ് എപ്പോഴും ഒരു വലിയ രീതിയിലുള്ള ഒരു കമ്പനി സ്വപ്നം കാണുമായിരുന്നു. വളരെ നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കുന്നതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പഠനകാലം അത്ര ബുദ്ധിമുട്ടില്ലാതെ പോയി. കാരണം ഒരുപാട് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി അദ്ദേഹത്തിന്റെ പഠനകാലം അങ്ങനെ നീങ്ങി. ആ സമയങ്ങളിലൊന്നും ഹവാർഡ് ഫുട്ബോൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിന് എപ്പോഴും നല്ല രീതിയിലേക്ക് ജീവിക്കണം, എനിക്ക് ഈ ഒരു സാഹചര്യം മാറണം എന്ന് ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പഠനം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തു. അതിനുശേഷം നിരവധി ജോലികൾ ഹവാർഡ് ചെയ്തു. പക്ഷെ ഒന്നിനും വലിയ രീതിയിലുള്ള ഒരു സക്സസ് ഉണ്ടായിരുന്നില്ല. കാരണം തനിക്ക് വേണ്ടി ജീവിക്കേണ്ട ആ ഒരു ഇൻകമോ താൻ സ്വപ്നം കാണുന്ന നിലയിലേക്കോ ഹവാർഡിന് ആ ഒരു ജോലികളിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് സെയിൽസ്മാനായി കയറി. പക്ഷെ ഹവാർഡ് സ്വപ്നം കണ്ട ഒരു കമ്പനി ഉണ്ടായിരുന്നു, സ്റ്റാർബക്സ് എന്ന കമ്പനി. അങ്ങനെ ആ ഒരു കമ്പനിയിലേക്ക് എത്തിപ്പെടുകയാണ് ഹവാർഡ് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ 3 ഉടമസ്ഥരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 3 ഉടമസ്ഥരെയും കണ്ട് ഹവാർഡ് തന്റെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ബിസിനസ് ട്രിപ്പിനായി താൻ ഇറ്റലിയിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഹവാർഡ് എന്നൊരു വ്യക്തി അവിടെ നിന്നും ഒരു കോഫി ഷോപ്പിലേക്ക് കയറി. ആ സമയത്ത് കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യാം, കാരണം അവിടുത്തെ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് തിരിച്ച് അമേരിക്കയിൽ വന്ന സമയത്ത് ഹവാർഡ് തന്റെ ഉടമസ്ഥരോട് പറഞ്ഞു, കാരണം എനിക്ക് വളരെയധികം ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിന്ന് കിട്ടിയിരുന്നത്. കാരണം അവർ കസ്റ്റമറെ ഡീൽ ചെയ്തത് അത്രയും മനോഹരമായിട്ടാണ്, അതായത് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ്. അപ്പം എന്തുകൊണ്ട് നമ്മുടെ സ്റ്റാർബക്സിലേക്ക് അങ്ങനെ ആ ഒരു സംഭവം കൊണ്ടുവന്നൂടാ എന്ന രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ 3 ഉടമസ്ഥരും അത് റിജക്ട് ചെയ്തു. ആ സമയത്ത് ഹവാർഡിന് വളരെയധികം ഒരു സങ്കടം തോന്നി. കാരണം താൻ എത്രത്തോളം സന്തോഷമായി അല്ലെങ്കിൽ എത്രത്തോളം മനോഹരമായിട്ടാണ് ഈ ഒരു കാര്യം അവതരിപ്പിച്ചത്. പക്ഷെ എന്തുകൊണ്ട് അവർ അത് റിജക്ട് ചെയ്തു? കാരണം താൻ ഇത്രയും നിസ്സാരമായ ഒരു കാര്യം എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ല? അതിനാൽ തന്നെ ഹവാർഡ് എന്ത് ചെയ്തു, ആ ഒരു സ്റ്റാർബക്സ് എന്ന കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യുകയാണ്. പിന്നീട് ആ സമയത്ത് തൻ്റെ കയ്യിൽ പണമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് സ്വന്തമായിട്ടൊരു കോഫി ഷോപ്പ് തുടങ്ങണം. ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടു, ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവരൊക്കെ പറഞ്ഞു ഇതൊന്നും സക്സസ് ആവുന്ന ഒരു കാര്യമല്ല, കാരണം ഇതൊക്കെ വെറും ഒരു മോശം ചിന്താഗതി മാത്രമാണ്, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തു നോക്കൂ എന്ന രീതിയിലായിരുന്നു ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായം. എന്നാൽ ഹവാർഡ് അതിൽ നിന്നൊന്നും തളർന്നില്ല. മുന്നോട്ടേക്ക് പിന്നെയും ഒരുപാട് സ്വപ്നം കണ്ടു, തീവ്രമായി മുന്നോട്ടേക്ക് നടന്നു. അങ്ങനെ ഇരിക്കെ ഹവാർഡ് ഒരു കോഫി ഷോപ്പ് തുടങ്ങി. ആ ഒരു കോഫി ഷോപ്പ് വളരെയധികം സക്സസിലേക്ക് പോയി. അങ്ങനെ ആ ഒരു ഇറ്റലിയിൽ നിന്ന് കണ്ടിരുന്ന ആ ഒരു ഇറ്റലിയിലുള്ള ആ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് അദ്ദേഹം തൻ്റെ കോഫി ഷോപ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. ആ സമയത്താണ് നമ്മുടെ സ്റ്റാർബക്സിൽ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്നത്. അങ്ങനെ നമ്മുടെ ഹവാർഡ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ഒരു സ്റ്റാർബക്സ് എന്ന് പറയുന്ന കമ്പനി തന്നെ വിലക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു ചരിത്രം മാറി എന്ന് തന്നെ പറയാം, ചരിത്രം മാറ്റി കുറിച്ചു എന്ന് തന്നെ പറയാം. കാരണം അത്രയും കാലം നമ്മുടെ സ്റ്റാർബക്സ് അത്ര വലിയ രീതിയിലൊന്നും ആയിരുന്നില്ല മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഹവാർഡ് ഷട്ട്സ് എന്നൊരു വ്യക്തി സ്റ്റാർബക്സ് എന്നൊരു കമ്പനി വാങ്ങിയതിനു ശേഷം വളരെ സക്സസ് എന്ന് പറയാം. കാരണം വളരെ വലിയ രീതിയിലേക്ക് മാറി. ലോകമെമ്പാടും നിരവധി ഷോപ്പുകൾ സ്റ്റാർബക്സിന്റെ വന്നു, ഏകദേശം 30,000-നും മുകളിൽ ഷോപ്പുകൾ. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചില വ്യക്തികൾ, ചില മനുഷ്യർ നമ്മോട് പറയും, അതായത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ചിന്താഗതിയൊന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു ചിന്താഗതിയല്ല, കാരണം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും ഒരു സക്സസിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞു ഒരുപാട് വ്യക്തികൾ നിങ്ങളെ തളർത്തും. പക്ഷേ ജസ്റ്റ് ഫോക്കസ് ഓൺ, അതായത് നിങ്ങൾക്ക് തീവ്രമായൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വളരെ നല്ല രീതിയിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.